ശ്രീഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതേ നമ. ഓം അംബായി നമോ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 4-ാം അധ്യായം വിഷ്ണുസ്മൃതി. ഭാരതകഥ മുഴുവനായും കേട്ട് ദാനധർമാദികളും മുനിപൂജയും ചെയ്തിട്ടും സ്വന്തം പിതാവ് ഗതി പ്രാപിച്ചുമില്ല, കുലവും ശുദ്ധമായില്ലെന്ന് മനസ്സിലാക്കിയ ജനമേജയ ദുഃഖത്തെ പ്രതി ഇതെല്ലാം സാധ്യമാക്കാനായി അംബായജ്ഞം ചെയ്ത് ദേവീഭാഗവതം പുരാണം കേൾക്കണമെന്ന് വ്യാസഭഗവാൻ നിർദ്ദേശിക്കുന്നു. തുടർന്ന് അംബയാരെന്നും യജ്ഞവിധികളെന്തെന്നും ആരാഞ്ഞ രാജാവിനോട് മുമ്പ് താൻ ഈ ചോദ്യങ്ങളെല്ലാം നാരദർഷിയോട് ചോദിച്ചവയാണെന്നും ത്രിമൂർത്തികളിൽ ആരെയാണ് പൂജിക്കേണ്ടതെന്നും ആരിൽ നിന്നാണ് അവരുണ്ടായതെന്നും ആരാഞ്ഞതായി പറയുന്നു. ശേഷം അന്ന് നാരദർഷി തൻ്റെ പിതാവിനോട് താൻ ഈ കാര്യങ്ങൾ അന്വേഷിച്ചെന്നും അതിനുത്തരമായി ബ്രഹ്മദേവൻ തന്നോട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു കേൾപ്പിച്ചതുമായ സർവേശ്വരേശ്വരിയും സകല ജഗന്മാതാവുമായ അംബയെക്കുറിച്ചും അംബാദർശനത്തെക്കുറിച്ചും വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ 3-ാം സ്കന്ധത്തിലെ ആദ്യ 3 അധ്യായങ്ങളിലായി കേട്ടത്. ആ ദേവീദർശന സാക്ഷാത്കാരത്തെക്കുറിച്ച് ബ്രഹ്മദേവൻ വീണ്ടും സ്മരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ. ബ്രഹ്മാവ് എന്നോതി ഭഗവാൻ വിഷ്ണു പിന്നെയും ചൊന്നിതിങ്ങനെ, വീണ്ടും വീണ്ടും വീണുകൂപ്പി തത്പാർശ്വത്തിൽ ഗമിക്കനാം. ഇവൾ താനമ്മ മഹാമായ വരമേകും നമുക്കിവൾ, മുമ്പിൽ നിർഭയരായി തൃക്കാലരികെ ചെന്നു വാഴ്ത്തുക. കാവൽക്കാർ പടിവാതിൽക്കൽ നമ്മെ തടയുമെങ്കിലോ അവിടം താൻ നിന്നു ചൊല്ലാം ഭക്ത്യാദേവീ സ്തവങ്ങളെ. ഹരിയേവമുരച്ചപ്പോൾ മോദവായ്പാർന്ന ഹൃത്തുമായി ദേവി തൻ നികടം ചെല്ലാനുരച്ചാർ ഞങ്ങളേവരും. ഓമെന്നു ഹരിയോടോതി വിമാനം വിട്ടിറങ്ങിനാർ, നിന്നാർ ഗോപുരവാതിൽക്കൽ തെല്ലു ശങ്കിച്ചു കൊണ്ടിവർ. ദ്വാരസ്ഥരായി മൂവരെയും കണ്ടൊരദ്ദേവി തത്ക്ഷണം മന്ദസ്മിതം തൂകി നാരീരൂപന്മാരാക്കി ഞങ്ങളെ. നാനാലങ്കാരവും രൂപയൗവനാദിയുമൊത്തിവർ ചെന്നാർ തത്സവിധം പിന്നെ പെരുകും വിസ്മയത്തൊടും. ചേവടിത്താർ കൂപ്പി നിൽക്കും സ്ത്രീരൂപം പൂണ്ട ഞങ്ങളെ പ്രേമം വഴിഞ്ഞിടും കണ്ണാൽ പാർത്താളച്ചാരുരൂപിണി. ആ മഹാദേവിയെ താണു കൂപ്പിത്തിരുമുമ്പിലായി നിന്നാർ ഭൂഷാഞ്ചിതം സ്ത്രീരൂപത്തെ നോക്കി പരസ്പരം. കണ്ടാരപാദപീഠത്തെ നാനാരത്നവിഭൂഷിതം കോടിസൂര്യസമം നോക്കി നിന്നാരങ്ങനെ മൂവരും. സഖിമാരായിരത്തോതിൽ ചൊപ്പുവസ്ത്രമണിഞ്ഞവർ നീലപ്പട്ടു ധരിച്ചോരും മഞ്ഞപ്പട്ടുടയോരുമായി ചിത്രാംബരങ്ങളും ഭൂഷാജാലവും പൂണ്ട ദേവികൾ പരിചര്യകൾ ചെയ്തും കൊണ്ടടുത്തായി നിന്നിതൊട്ടുപേർ. വീണയും കുഴലും പാടി ആടിയും കൊണ്ടു ദേവിയെ ഏതാനും നാരിമാർ പര്യുപാസനം ചെയ്തു സാദരം. കേൾക്ക നാരദ, ചൊന്നിടാം ഞങ്ങൾ കണ്ടുള്ളൊരദ്ഭുതം. ദേവി തൻ തൃക്കഴൽ താരിൻ നഖക്കണ്ണാടി തന്നകം കണ്ടാർ ബ്രഹ്മാണ്ടമഖിലമച്ചരാചരമൊക്കെയും ഞാൻ വിഷ്ണുരുദ്രനും വായുവഗ്നി സൂര്യൻ ശശാങ്കനും
വരുണൻ ധനതൻ ത്വഷ്ടാവിന്ദ്രനും പർവ്വതങ്ങളും കടലും പുഴയും ഗന്ധർവാപ്സരസുകളും തഥാ വിശ്വാവസുവുമച്ചിത്രകേതു ചിത്രാംഗദൻ തഥാ ശ്വേതനും നാരദൻ താനും ഹാഹാഹുഹൂക്കൾ തമ്പുരു പിതൃക്കളശ്വിമാർ സിദ്ധർ സാധ്യന്മാരും വസുക്കളും ശേഷാദിനാഗത്താന്മാരും കിന്നരോരഗദൈത്യരും വൈകുണ്ഠവും സത്യലോകം വെള്ളിമാമലയും സുധാ എല്ലാം അന്നവിടെ കണ്ടാർ നഖമധ്യത്തിലായിവർ. ഞാൻ പണ്ടുണ്ടായൊരപത്മമതിന്മേൽ ഞാൻ ചതുർമുഖൻ ശേഷശായി ജഗന്നാഥൻ മധുകൈടപദൈത്യരും തൃപ്പൂങ്കഴൽ നഖത്തിന്മേലിമ്മട്ടദ്ഭുത ദർശനം കണ്ടു ഞാനെന്തിതെന്നൊട്ടല്ലംബരന്നതു നാരദ. വിഷ്ണുവും വിസ്മയപ്പെട്ടു തിങ്കൾ മൗലിയുമവ്വിധം ഉള്ളാൽ ഞങ്ങളുറപ്പിച്ചാർ ലോകത്തിനമ്മതാനിവൾ. സുധാമയം ദീപമതിൽ പലേ കേളികളിങ്ങനെ കണ്ടു കണ്ടു തികച്ചും നൂറാണ്ടങ്ങനെ കഴിഞ്ഞുപോയി. കാഴ്ചയ്ക്കു നൽചന്തമോലും ഭൂഷിതാംഗികൾ ദേവികൾ സഖിമാരെപ്പോലെ മാത്രമിവരെ കരുതിയിടിനാർ. മനോരമം തദ്ഭാവങ്ങൾ കണ്ടു ചിത്തം കുളിർക്കയാൽ വിമോഹിതന്മാരായി ഹൃഷ്ടചിത്തരായി ഞങ്ങൾ മൂവരും ഒരു നാളം മഹാദേവിയായൊരജഗദംബയെ സ്തുതിച്ചു ഭഗവാൻ വിഷ്ണു യുവതീഭാവമാർന്നവൻ. ശ്രീ ഭഗവാൻ: നമസ്തേ ദേവി നീ വിശ്വധാത്രി, നീ പ്രകൃതീശ്വരി കല്യാണി, കാമദേ നീ താൻ സിദ്ധിയും വൃദ്ധിയും ശിവേ. സംസാരയോനേ കുപ്പുന്നേൻ സച്ചിദാനന്ദരൂപിണി, നമസ്തേ ഭുവനേശാനി പഞ്ചകൃത്യവിധായികേ. സർവാധാരേ നമിക്കുന്നേൻ കൂടസ്ഥേ കൈതൊഴാം തൊഴാം, അർത്ഥമാത്രാർത്ഥഭൂതേ ഹ്രീങ്കാരരൂപേ തൊഴാം തൊഴാം. കണ്ടേൻ സമസ്തമിഹ നിന്നിൽ നിലീനമെന്നും, നീതാനദിൻ ജനനനാശാദിനിദാനമെന്നും. കണ്ടേൻ ജഗജ്ജനിയിൽ നിൻമഹിതപ്രഭാവം, നീ സർവലോകമയി എന്നുമറിഞ്ഞിതമ്മേ. സൃഷ്ടിച്ചു നീ സദസദാത്മകമായ വിശ്വം, കാട്ടുന്നു രഞ്ജനമണപ്പതിനപ്പുമാനേ. തത്വങ്ങളേഴു 16 കണക്കിവർ നിനയ്ക്കുകയാണു നിന്നെ. നീ വിട്ടുവെങ്കിലൊരു വസ്തുവുമില്ല ബാക്കിയായേതിലും, ഭവതിയത്ര നിറഞ്ഞിരിപ്പൂ. ഹാ ശക്തി വിട്ട പുരുഷൻ വ്യവഹാരദക്ഷനല്ലെന്നു താൻ ജനനിധീയെഴുവോർ കതിപ്പൂ. വിശ്വം ചമയ്ക്കുവതു നിൻബലമിജ്ജഗത്തിനുൾത്തോഷമെന്നുമരുളുന്നതു നിൻ പ്രഭാവം. നീ താൻ ഹനിപ്പു സകലം പ്രളയം വരുമ്പോളാരെന്തറിഞ്ഞു തവ വൈഭവമൊക്കെ അമ്മേ. നീ കാത്തു ദേവി മധുകൈടഭരിങ്കൽ നിന്നും, കാണിച്ചു വിശ്വമവിടുന്നു ചമച്ചതെല്ലാം. എത്തിച്ചു സൗഖ്യപരമോച്ച പദത്തിലും നീ ഞങ്ങൾക്കു നിൻ മഹിത ദർശനമേകിയേവം. ഞാനും ശിവദ്രോഹിണരും പരമജ്ഞരെങ്കിലന്യർക്കശക്യമിഹ നിൻ ചരിതം ഗ്രഹിക്കാൻ. വൈവിധ്യമാണു തവ സൃഷ്ടിയിലെത്രയുണ്ടു ലോകങ്ങളീ വിധം,
അഹോ മഹിതപ്രഭാവേ. ശ്രീശംഭുവേയുമതുമട്ടജനെയുമെന്നെ തന്നെയുമന്യഭുവനത്തിലുമങ്ങു കണ്ടേൻ. ലോകങ്ങൾ മറ്റുമിനിയുള്ളതിൽ ഞങ്ങളുണ്ടാവില്ലേ, പ്രഭാവമതുലം തവ ദുർഗ്രഹം താൻ. പ്രാർത്ഥിപ്പു നിൻകഴൽ പണിഞ്ഞിവനെന്നുമേവം രൂപം ത്വദീയമകതാരിൽ വിളങ്ങിടട്ടെ. നിന്നാമമെന്നുമുരിയാടുവതായി വരട്ടെ, കാണായി വരട്ടെ സതതം തവ ചേവടിത്താർ. നീ എന്നെ നിന്നടിമയായി കരുതേണമെന്നും നണ്ണാമിവൻ ഭവതി എന്നുമുടയോളുമെന്നായി. ഈ ബുദ്ധി അങ്ങനെ വിടർന്നു വളർന്നിടട്ടെ, മാതാവും അമ്മകനുമെന്ന കണക്കു ദേവി. ബ്രഹ്മാണ്ടമൊക്കെ അവിടേക്കറിയാം നിതാന്തം, നീ വിജ്ഞദാത്രി നിരതൻ പരമോച്ച കോടി. ഇപ്പാമരൻ ഭവതിയോടറിയിച്ചിടേണ്ടതായൊന്നുമില്ല, ഹിതമേതതു ചെയ്ക തായേ. വിശ്വം ചമയ്ക്കുവതജൻ ഹരിരക്ഷ ചെയ്വോൻ, സംഹാരകാരി ഹരനെന്നുമുരപ്പു ലോകം. നിന്നിച്ഛയാൽ ഭവതി നൽകിയ ശക്തിയൊന്നു താനല്ലി, ഞങ്ങളുടെ ശക്തി ഇതല്ലി സത്യം. ഭൂദേവിയല്ലിഹ ഭരിപ്പതു വിശ്വഭാണ്ഡ, ആധാരശക്തി സകലത്തിനുമങ്ങൊരുത്തി. നിന്നാപതാനിനനിലേതിലുമങ്ങു തന്നെ, നിർലേപയായി വിലസിടുന്നു ഹിമാദ്രികന്യേ. ഞാനീശനും വിധിയുമിങ്ങു ജനിച്ചു നിൻ മാഹാത്മ്യത്തിനാലിവരന്നിത്യരതോർത്തു കണ്ടാൽ. ഇന്ദ്രാദിയാം സുരഗണത്തിനു പിന്നെയുണ്ടോ നിത്യത്വമങ്ങൊരുവൾ ശാശ്വതമൂലകന്ദം. ഹാ ദേവി, നിൻ കരുണയാലറിവൂ പുമാനു, ആത്മസ്വരൂപമിതി കാൺമു സമക്ഷമീ ഞാൻ. അല്ലെങ്കിൽ ഞാൻ വിഭു വനാദ്യനനീഹനീശൻ എന്നൊക്കെ യജ്ഞതയിലാണ്ടിടുമപ്പുമാനും. വിദ്വാന്റെ വിദ്യ ബലവാന്റെ ബലം യശസ്സി, തൻ കീർത്തിയെന്തിനു മനുഷ്യനു മുക്തിയായും. ശ്രീയായുമാവിരതിയായുമനർഘതുഷ്ടിയായും സദാ വിലസിടുന്നതു നീയൊരുത്തി. ഗായത്രി നീ സഗുണ നിർഗുണയർത്ഥമാത്ര, നീ സ്വാഹ നീ സ്വധ ശിവേ പ്രണവസ്വരൂപ. ഉണ്ടാക്കി നീ അമരപൂർവമോക്ഷ ഓർത്തിങ്ങാംനായ രൂപനിഗമത്തെയുമെന്നു സത്യം. മോക്ഷാർത്ഥമാണു വിരചിച്ചതു താൻ പ്രപഞ്ചമജ്ജീവനായവയിൽ നിൽപ്പതു സർവമോർത്താൽ. ആദ്യന്തമറ്റ ഘനചിന്മയ വസ്തുവിൽ നാനാംശങ്ങളല്ലി കടലിൽ തിരയെന്ന വണ്ണം. ആ ജീവനെപ്പോഴറിയുന്നതു നിന്റെ കർത്തൃത്വത്തെ, തഥാ ഭവതി സർവമൊതുക്കിടുന്നു. സത്യം മറച്ചു നടനെന്ന വിധം നടിച്ചു കാര്യം കഴിഞ്ഞളവു നീ വിരമിക്കയല്ലി. ഈ മോഹപൂർണ വിഷയാബ്ദിയിൽ നിന്നുമെന്നെ കാത്തിടുവാൻ ഭവതിയെ ശരണം ഗമിപ്പൂ. രാഗാദിദൂഷിതമസത്യമനന്ത ദുഃഖമാമന്ത്യകാലമവിടുന്നവലംബമമ്മേ. തൊഴാം ദേവി മഹാവിദ്യേ, നിൻകഴൽ താർപ്പണിഞ്ഞിടാം. ജ്ഞാനത്തിൻ തൂവെളിച്ചം മേ നൽക സർവാർത്ഥദേ ശിവേ.
നാലാമധ്യായം സമാപ്തം. അമ്മേ നാരായണ. ഓം ശ്രീമാത്രേ നമഃ. അഞ്ചാം അധ്യായം ശിവബ്രഹ്മസ്തുതി. ബ്രഹ്മാവ് ഏവം സ്തുതിച്ചു ഭഗവാൻ ശ്രീവിഷ്ണുവിരമിക്കവേ ശ്രീശങ്കരൻ താണുകുപ്പി മുന്നിൽ വാഴ്ത്തിത്തുടങ്ങിനാൻ. ശിവൻ: ഹരി ശിവേ, തവ വൈഭവജാതനായി വരികിൽ നീയജനും ജനിയേകിയോൾ. സഗുണനാമിവനോ തവ സൃഷ്ടിതാൻ സകല സൃഷ്ടിയിലും ബഹുദക്ഷനീ. ഭവതി ഭൂസലിലം പവനൻ വിയത്തനലനും ഗുണവും കരണങ്ങളും ജനനി ബുദ്ധിമനസ്സതുപോലഹങ്കൃതിയുമങ്ങു സമസ്തവുമങ്ങുതാൻ. ഭുവനമാവിധി വിഷ്ണുഹരാദിയാൽ ഗ്രഥിതമെന്നുര ചെയ്വവരജ്ഞർതാൻ. ഭവതി താൻ ജനിയേകുകമൂലമായിവർ ചമയ്ക്കുകയല്ലി ജഗത്തിനെ. പൃഥിവി വാരി തുടങ്ങിയൊരഞ്ചുമിന്ദ്രിയഗണങ്ങൾ ഗുണങ്ങളുമല്ലയോ. ഭുവന സൃഷ്ടിയിൽ വേണ്ടതൊക്കെ എങ്ങനെ ഭവിപ്പതു നിൻ കലയെന്നിയേ. വിധി ഹരീശ്വരരൂപിണിയായി രചിച്ചൊരു ചരാചരവുമൊക്കെയുമങ്ങുതാൻ. വിവിധ ലീലകളാടി രമിക്കയാം കളി നിറുത്തുകയാം രുചി പോലെ നീ. സ്ഥിരചരം ഭുവനത്തെ രചിക്കുവാൻ വിധിഹരീശർ കൊതിപ്പളവൊക്കെയും തവ പദാംബുജരേണു പരിഗ്രഹിച്ചതു നടത്തുകയല്ലി സദാശിവേ. തവ ദയാർദ്രമനസ്കതയൊന്നിനാൽ വിഹിതനായി തമോ ഗുണമൊത്തു ഞാൻ. വിധി രജോ ഗുണമൊത്തുമതേവിധം വിഹിതനായി ഹരിസത്വഗുണത്തൊടും. അസമമല്ലിഹ നിന്മതിയെങ്കിലെങ്ങനെ പലേവിധമായുലകം ശിവേ. അരജനും സജീവൻ പരിചാരകൻ ധനികൻ സിദ്ധനരും പലതായുമേ. സൃജനപാലന സംഹനനങ്ങളിൽ തവ ഗുണങ്ങൾ സദാക്ഷമമെങ്കിലും വിധി തുടങ്ങിയ മൂവരെയും ക്രമാൽ ഭുവനകാരണരാക്കി രചിച്ചു നീ. വിധിഹരീശ്വരർ ഞങ്ങൾ വിമാനവും കയറിയിങ്ങു വരുന്നൊരു വേളയിൽ പലതുമങ്ങനെ കണ്ടു നവം നവം ഭുവനമാരവഹന്ത രചിച്ചതും. സുകലയാൽ സകലം വിരചിച്ചു കാത്തതഹനിപ്പു മഹേശി തവേച്ഛയാൽ. സ്വപതിയാം പുരുഷന്റെ വിനോദമോർത്തറിവന്തിവർ നിൻ കളിയീദൃശം. യുവതി ഭാവമിയെന്നവരെങ്കിലും തവ പദാബ്ജ നിഷേവയിവർക്കു നീ തരണമേ. പുരുഷത്വമിയെന്നുമെന്തൊരു സുഖം തവ പൂങ്കഴലെന്നിയേ. തവ പദത്തളിർ കൈവിടിലില്ലതാൻ രുചിയെനിക്കുലകങ്ങളിലൊന്നിലും. ത്രിഭുവനേശപദം പുരുഷത്വവും മമ ലഭിക്കലും ഒരു തൃപ്തിയും. യുവതി തൻ സ്ഥിതിയാർന്നുമെനിക്കു തല്ലരതിയില്ലതവാന്തിക സീമയിൽ. സുതതി നിൻ പദവീക്ഷയഴാത്തൊരപുരുഷഭാവവുമെന്തു സുഖത്തിനോ. യുവതി ഭാവമൊടൊത്തു ഭജിക്കയാം തവ പദം ഭവനാശനമെന്നു താൻ. ത്രിഭുവനത്തിലുമുച്ചതരം യശച്ഛട സദാ മമ നീണ്ടുവരേണമേ. ഭവതി തൻ പരിചര്യ വെടിഞ്ഞരാദികളെഴാത്തൊരു രാജ്യവുമെന്തിനായി. തവ പദാബ്ജമടുത്തമരായികിലോ
നിമിഷവും യുഗസന്നിഭമായി വരും. തവ പദാംബുജ സേവയെ വിട്ടുവൻ തപവുമായി കഴിയും മുനിമാർ ശിവേ. വിധി ചതിച്ചവർ താൻ വിഭവത്തിലും പരിഭവിക്കുകയാണവരംബികേ. തപവുമെന്തു സമാധിയുമെന്തിനായി ദമവുമെന്തിനു യജ്ഞശതങ്ങളും. തവ പദാബ്ജപരാഗനിഷേവതാൻ ഭവസമുദ്ര വിമുക്തിയണച്ചിടും. ഇവനിലൊട്ടു കനിഞ്ഞിടുമെങ്കിൽ നീ തരിക മന്ത്രമനാവിലമദ്ഭുതം. അതു ജപിച്ചു സുഖിച്ചിതു പണ്ടു ഞാൻ സുവിശദോത്തമമായ നവാക്ഷരി. ജനനി മുഞ്ജനിയിങ്കലധീതമാം മഹിതമന്ത്രമതിന്നു മറന്നു ഞാൻ. തരിക മന്ത്രമുടൻ ഭവസാഗര കരയിലെന്നെ നയിക്കുക താരകേ. ബ്രഹ്മാവ് ഏവമദ്ഭുത തേജസ്സാം ശിവൻ വാഴ്ത്തി സ്തുതിക്കവേ ചൊന്നാളദ്ദേവി സുസ്പഷ്ടം നവാർണം മന്ത്രമംബിക. മന്ത്രം ഗ്രഹിച്ചു പരമാഹ്ലാദം പൂണ്ടു മഹാശിവൻ മോക്ഷദം കാമദം മന്ത്രമതു ബീജാക്ഷരാന്വിതം. ശുഭോച്ചാരത്തൊടും നന്നായി ജപിച്ചും കൊണ്ടു സാദരം ദേവി തൻ തൃക്കഴൽ താരും കുപ്പി നിന്നിതു തത്ര താൻ. ആമട്ടരുമത്തിങ്കൾ മൗലിയെ തത്ര കണ്ടുടൻ വാഴ്ത്തിനാർ ദേവിയെ കാൽ താരടുത്തായി നിന്നുകൊണ്ടു ഞാൻ. പറഞ്ഞില്ലെന്നാലും മറകൾ നിഖിലാധാര സകലം നിറഞ്ഞോളാം നിന്നെ ജനനി അറിയുന്നെന്നു പറയാം ശിവേ. സ്വാഹാനാമത്തൊടു സകല ഹോമാദികളിലും ത്രിലോകത്തും സർവോത്തര ഭവതി സങ്കീർത്തിത സദാ. ഞാൻ കർത്താവഖിലം ചമച്ചു വിധി പോൽ ബ്രഹ്മാണ്ടമത്യദ്ഭുതം. മറ്റാർ മൂവുലകത്തിലും നിപുണനായന്മീതയായുള്ളൊരാൾ. ധന്യൻ ഞാൻ നിഖിലോപരിസ്ഥ നിതിലില്ലാശങ്കയെന്നുള്ളൊരാഗർവാവേശമൊടും ഭവാബ്ദിയിലഹോ മുങ്ങുന്നു ഞാൻ സന്തതം. ഇന്നോ നിൻ പാദതാരണിപ്പൊടി ലഭിച്ചെന്നുള്ള ഗർവത്തോടും ധന്യൻ ഞാനിതിനേരുരപ്പതിനുമായി മേ നിൻ പ്രസാദത്തിനാൽ. പ്രാർത്ഥിപ്പൂ ഭവഭീതിനാശ ചതുരേ മുക്തിപ്രദേ ഭക്തിയിങ്ങേകാൻ. മോഹകൃതാർത്തി ശൃംഖലയറുക്കാനും ജഗന്നായികേ. ശിവേ നീ രചിച്ചുള്ളവൻ താമരപ്പൂവതിൽ ജന്മമാർന്നെവ്വിധം മുക്തനാം ഞാൻ. തവാജ്ഞാകരൻ ബുദ്ധികേടാൽ ഭവാബ്ദിക്കകം താണൊരിദാസനെ കാത്തുകൊള്ളുക. മഹത്തായ നിന്നാദിസത്യം ഗ്രഹിക്കായ്കയാലിങ്ങു കൽപ്പിപ്പൂ മർത്യൻ പ്രഭുത്വം. ത്വദീയം പ്രഭാവം ഗ്രഹിക്കായ്കയാൽ താൻ നടത്തുന്നു യാഗങ്ങളും വിണ്ണുപോകാൻ. എനിക്കേകി നീ സൃഷ്ടി ചെയ്യാൻ വിധിത്വം തഥാ നാലുമട്ടാതി സർഗം നടത്തി മതിക്കുന്നു ഞാൻ. അന്യനില്ലിത്ര സർവജ്ഞനായെന്നുമായേ പൊറുക്കൻ്റെ കുറ്റം. പണിപ്പെട്ടുമഷ്ടാംഗയോഗം ചരിച്ചും സമാധിസ്ഥരായും കഴിക്കുന്ന മൂഢർ ധരിപ്പീല നിന്നാമമോരാതെ വല്ലപ്പോഴും പാടിയാലും വരും മുക്തിയെന്നായി. പരന്തത്വസംഖ്യാവിചാരത്തിൽ നിൻ പേർ മറന്ന പദത്തിൽ ഭ്രമിക്കുന്നു മർത്യർ. പെരും മൂഢരല്ലി ജഗത്തിങ്കലക്കൂട്ടരും ദേവി
നീ തന്നെ മുക്തിപ്രദാത്രി. തുദീയം പവിത്രം ചരിത്രം സ്മരിക്കാതെയും ദേവി നിന്നാമജാലം മഹേശി. ജപിക്കാതെയും കാണി നേരം കഴിക്കാ പരം തത്വമെന്തെന്നറിഞ്ഞുള്ളൊരാദ്യർ. കടക്കണ്ണിനാൽ മാത്രമീ നാലുമട്ടായൊരീ ലോക സൃഷ്ടിക്കു നീ ദക്ഷയല്ലി. വിനോദാർത്ഥമായാതിസർഗം നടത്താൻ നിയോഗിച്ചതാണെന്നെ നിന്നിച്ഛയാൽ നീ. സമുദ്രത്തിലദ്ദൈത്യരോടേൽക്കവേ നീ തുണച്ചുള്ളൊരാ വിഷ്ണുവോ രക്ഷ ചെയ്വോൻ. ഹരൻ തന്നെയും കൽപ്പകാലത്തു നീ സംഹരിച്ചല്ലിയൻ നെറ്റിയിൽ പിന്നെയുണ്ടായി. അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ലൊരാളും ത്വദീയം സമുത്പത്തിയെപ്പറ്റിയൊന്നും. അനാദ്യന്തയായേകയാം ശക്തി നീ എന്നുരയ്ക്കുന്നു വേദങ്ങളെല്ലാം ഭവാനി. മിടുക്കൻ ചമയ്ക്കാനിവൻ നിന്നോടൊത്താൽ അതിന്മട്ടു പാലിക്കുവാൻ വിഷ്ണു താനും. മിടുക്കൻ ഹരൻ സംഹരിക്കാനുമാർക്കും മിടുക്കത്തമില്ലങ്ങു കൈവിട്ടുവെന്നാൽ. ഹരൻ വിഷ്ണു ഞാനവ്വിധം മറ്റുപേരും ജനിച്ചില്ല ചാവില്ല ജീവിപ്പതില്ല. ഭ്രമിക്കാത്തതാരജ്ഞരായോർക്കു തർക്കാസ്പദം നിൻ വിചിത്രം വിനോദത്തിലമ്മേ. അകർത്താവുപാധിക്കതീതൻ നിരീഹൻ പുമാൻ നിഷ്കളൻ നിർഗുണൻ ദേവനാദ്യൻ. മുദാ നിൻ വിദീർണം വിനോദം സമീക്ഷിക്കയാണെന്നു ചൊല്ലുന്നു ശാസ്ത്രജ്ഞരായോ. ഈ ദൃശ്യാദൃശ്യലോകത്തിൽ നിൻ മുമ്പല്ലോ പരൻ പുമാൻ. ശ്രുതിയും യുക്തിയും മറ്റുമോർത്താൽ മൂന്നാമതില്ലൊരാൾ. വേദവാക്യം മിഥ്യയായി കൽപ്പിക്കാനരുതെങ്കിലും വൈരുദ്ധ്യമായി തോന്നിടുന്നു വേദവാക്യം മനസ്സിൽ മേ. അദ്വിതീയം ബ്രഹ്മമേകം എന്നല്ലീ വേദഭാഷിതം. അതു നീയോ ശങ്ക തീർത്തു തന്നാലും അവനോ ശിവേ. ഈ ശങ്ക തീർന്നു കിട്ടാതൻ ചിത്തമാടിക്കളിക്കയാം. ഒന്നോ രണ്ടോ ശങ്കയിതിൽ അല്പജ്ഞൻ ഞാൻ ഭ്രമിക്കയാം. നിൻമുഖത്താരിൽ നിന്നെൻ്റെ ശങ്ക തീർന്നൊന്നു കിട്ടണം. പുണ്യത്താൽ ഇന്നു സാധിച്ചു നിന്നടിത്താരിലെത്തുവാൻ. പുമാനോ നീ നാരിയോ നീ വിസ്തരിച്ചുര ചെയ്യണം. പരാശക്തി ജ്ഞാനമാർന്നു ഭവക്കടൽ കടക്കുവാൻ. 5-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ.